Thank you. Thank you for എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് വളരെ നന്ദി. ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ ഇമ്പാർട്ട്. എനിക്ക് അറിയുന്നത് എൻ്റെ മലയാളം വൊക്കാബുലറി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പം ഇംഗ്ലീഷിലും വേറെ ഇതിലും പോകും. അതുകൊണ്ട് ക്ഷമിക്കണം. ബട്ട് ഐ ട്രൈ ആ മെസ്സേജ് കൺവേ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. ഇതിന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്നാണ്. വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് ആർട്ടിക്കുലേറ്റും complete ആകണമെന്നുമില്ല. It will be understood because God is doing for me what I cannot do for myself. നിങ്ങളിൽ വല്ലവരും പുതുതായിട്ടുള്ളവരുണ്ടെങ്കിൽ please feel welcome. This is the safest place an alcoholic can be in. So on behalf of the Jwala group and all the people that are conducting this meeting, please feel welcome. So ഇന്നത്തെ subject fear, ഭയം, പേടി. നമ്മുടെ ജനിക്കുമ്പം മെഡിക്കൽ ഫാക്ട്സ് അനുസരിച്ച് പറയുന്ന 2 പേടികളേ ഉള്ളൂ നമ്മുടെ ജന്മനാലുള്ളത്. ഒന്ന് ഫിയർ ഓഫ് ഫോളിങ്, വീഴുന്നതിൻ്റെ പേടി. രണ്ടാമത്തേത് ഫിയർ ഓഫ് നോയ്സ്, ശബ്ദത്തിൻ്റെ പേടി. ഈ 2 പേടികളാണ്. ബാക്കിയുള്ള പേടികളെല്ലാം വാട്ട് ഇസ് ഇറ്റ് കോൾഡ്, അക്വയർഡ് ഫിയേഴ്സ് ആണ്. സോ ആ അക്വയർഡ് ഫിയേഴ്സ് റിയൽ ആണോ അതോ അൺറിയൽ ആണോ എന്നുള്ള നോക്കാൻ നമുക്ക് എല്ലാം ഒരു ഫിയർ. ഇപ്പം ഒരു ഫിയർ ലിസ്റ്റ് എൻ്റെ മുന്നിലാണ്. ഫിയർ ഓഫ് ഗോഡ്, ഫിയർ ഓഫ് ഡൈയിങ്, ഫിയർ ഓഫ് ഇൻസാനിറ്റി, ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് റിജക്ഷൻ. അതൊരു വലിയൊരു ഫിയർ, റിജക്ഷൻ, മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഫിയർ ഓഫ് ലോൺലിനെസ്, ഒന്നായ്മ, ഒറ്റപ്പെടുന്നതിൽ പേടി. ഫിയർ ഓഫ് ഡിസീസ്, രോഗങ്ങളുടെ പേടി. ഫിയർ ഓഫ് ആൽക്കഹോൾ, ഞാൻ ആൽക്കഹോളിനെ പേടിച്ചാണ് ഞാൻ കുടിച്ചത്. ഫിയർ ഓഫ് ഡ്രഗ്സ്, ഫിയർ ഓഫ് സെക്സ്, ഫിയർ ഓഫ് സെൻ. അപ്പോൾ എല്ലാം എവറിത്തിങ് ഇസ് ബ്രാക്കറ്റഡ് ബൈ ഫിയർ. ഈ ഫിയർ എന്ന് പറയുന്ന ഭയം, ഇറ്റ് ഈസ് കൂടുതൽ നമുക്ക് വിവരം വരുമ്പം കൂടുതൽ നമ്മുടെ ഭയം. ഫിയർ ഓഫ് ഡൈയിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർമൽ ഫിയർ. എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കണം. ദാറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്, ഇല്ലേ? ഒരു ഡീൽ ക്ലോസ് ചെയ്യുന്ന പോലെ ഒരാളുടെ ജീവിതം കഴിഞ്ഞു. പക്ഷെ ഈ ജീവിതത്തിൽ കൂടെ നമ്മൾ ട്രാൻസിറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഈ ട്രാൻസിഷനിൽ പലതരം പേടികൾ നമുക്ക് ഓവർകം ചെയ്യാനൊക്കും. ഇവിടെ വരുമ്പോൾ ഞാനൊരു ന്യൂറോട്ടിക് ആണ്. അതായത് വെൻ ഐ സേ ന്യൂറോട്ടിക്, ഈ ഹൂ ഇസ് എ ന്യൂറോട്ടിക്? പേടികൾ, മൾട്ടിപ്പിൾ പേടികൾ നമ്മൾ ആനലൈസ് ചെയ്യാതെ, നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പം അത് ന്യൂറോസിസിലോട്ട് വരും. നമ്മളിപ്പോൾ ഇത് വാചകം പറയുമ്പം പറയല്ലോ, ഓരോരുത്തരെ അവനൊരു ന്യൂറോട്ടിക്, അവനൊരു പേടിച്ചതുകൊണ്ട് തന്നെ എന്നുള്ളതെന്ന്, അത് ന്യൂറോട്ടിക്. പക്ഷെ എൻ്റെ ഇത് 3ാമത്തെ സ്റ്റേജ് ആയിരുന്നു, സൈക്കോട്ടിക്. സോ ഫിയർ, ന്യൂറോസിസ്, സൈക്കോസിസ്. അപ്പോൾ സൈക്കോട്ടിക്, എൻ്റെ ബിഹേവിയർ സൈക്കോട്ടിക് ആയിരുന്നു. എൻ്റെ കുടി, ദാറ്റ് വാസ് സൈക്കോട്ടിക്. ഐ വാസ് ഡ്രിങ്കിങ് ടു ഡൈ. ദാറ്റ് ഈസ് നോട്ട് നോർമൽ ബിഹേവിയർ. കുടിച്ച് ബിക്കോസ് എനിക്ക് കുടി നിർത്താനും അറിയത്തില്ല, കുടി നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. സോ ഐ വാസ് കോട്ട് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. എവിടാണ് എനിക്കൊരു ആശ്രയം കിട്ടുന്നതെന്ന് നോക്കി നടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ അവസാനം വരുന്നത്. കുടിച്ച് മരിക്കണമെന്ന്. ഈ കുടിച്ച് മരിക്കണമെന്നുള്ള ചിന്ത എന്താണ് എനിക്ക് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ നിസ്സഹായത, മനുഷ്യരും അവസരവും സാഹചര്യവുമായിട്ട് ഒത്തൊരുമിച്ച് പോകാനുള്ള ആ ഒരു കഴിവ് എനിക്കില്ലായിരുന്നു. അതിനകത്ത് ഇംഗ്ലീഷിൽ പറയുന്ന കോപ്പിംഗ് സ്കിൽസ്, ജീവിതത്തെ നേരിട്ട് ജീവിക്കാനുള്ള കഴിവ് എനിക്കില്ലാതെ പോയി. അപ്പം ഈ പേടികൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് ഞാൻ അത് നർച്ചർ ചെയ്ത് അതൊരു സംഭവമായി. ബിക്കോസ് ഈ പേടികളൊന്നും ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല, ഞാൻ ആരോടും ചോദിക്കുന്നില്ല, ഞാൻ ഐ എം നോട്ട് മേക്കിംഗ് എൻ എഫേർട്ട്. അതൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഐ എം നോട്ട് മേക്കിംഗ് എൻ എഫേർട്ട്. ദൈവം എന്നുള്ളൊരു വ്യക്തിത്വം എന്നിലുണ്ട്. പക്ഷെ അത് എവിടെ, വേർ ഡു ഐ പ്ലേസ് ഗോഡ്? സോ ഇതിനകത്ത് വരുന്നത് ഈ മോർ അബൌട്ട് ആൽക്കഹോളിക്സിനകത്ത് ഹൗ ഇറ്റ് വർക്സിനകത്ത് പേജ് 62 പറയുന്നുണ്ട്, സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ് ദാറ്റ് വി തിങ്ക് ഇസ് ദ റൂട്ട് ഓഫ് അവർ ട്രബിൾസ്.
driven by 100 form of fear, self-delusion, self-seeking, and self-pity. Driven by 100 forms of fear. ഇപ്പം ഞാൻ കുറേ ഫിയർ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ കുറേ കൂടെ പറയാം. ഫിയർ ഓഫ് ബീങ് ഫൗണ്ട് ഔട്ട്, ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് സക്സസ്, ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഫിയർ ഓഫ് ഫിസിക്കൽ പെയിൻ, ഫിയർ ഓഫ് ഫിയർ, പേടി, ഫിയർ ഓഫ് ഡ്രൗണിങ്. സോ ഈ ഫിയേഴ്സ് എല്ലാം അൺറിസോൾവ്ഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് എൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് പുറത്തോട്ട് പോയി മറ്റുള്ളവരെ റീച്ച് ഔട്ട് ചെയ്യാൻ എനിക്ക് വിഷമമാണ്. ബിക്കോസ് ഐ ഡോണ്ട് നോ, മോസ്റ്റ്ലി ഐ എം സ്കേർഡ് വാട്ട് ദേ വിൽ തിങ്ക് ഓഫ് മീ. അവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ അനുഭവം എന്തുമായിരിക്കും, അവർക്ക് എന്നെ പറ്റി. സോ മോർ ദാറ്റ് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നുള്ള ഞാനാ വന്നായിരുന്നു. എവിടെയാണ് ഡെലിവറി ഉണ്ട് പറയാം കേട്ടോ. ഇവിടെ ചൈനീസില് അവൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പെർമനന്റ് റൂട്ട്. പ്രദീപ് പ്ലീസ് ഒരു അരമണിക്കൂറിനേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്സ് എല്ലാം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വളരെ ഉപകാരമായിരിക്കും. ബിക്കോസ് എൻ്റെ ആ ഫ്ലോ ഇപ്പം പോയി. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദാറ്റ് ഫ്ലോ ബാക്ക്. നമ്മൾ മനസ്സിൽ കരുതുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാനൊക്കത്തില്ല. സോ പ്ലീസ്. അപ്പം ഈ പേടി എന്ന് പറയുന്നത് നമുക്ക് ജന്മനാൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒത്തിരി മിക്കുള്ള മനുഷ്യർക്കും ഈ പേടിയെ നേരിടാനും അതിനെ മനസ്സിലാക്കുവാനും ഉള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. എന്നെ പറ്റി ഞാനൊരു ജന്മനാൽ ഞാനൊരു ആൽക്കഹോളിക് ആണ്. ഇറ്റ്സ് എ ജനറ്റിക് ഫാക്ട് ദാറ്റ് ഐ എം എൻ ആൽക്കഹോളിക്. സോ ആ ആൽക്കഹോളിക്കിനുള്ള ഓരോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും മിസ്കൺസെപ്ഷൻസും ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് എനിക്ക് ഐ എം ഫുള്ളി അവെയർ ഓഫ് ഇറ്റ്. ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം is applicable to me. ഇതിനകത്ത് പറഞ്ഞ പോലെ driven by 100 forms of fear, self-delusion and self-seeking. I am in denial. നിങ്ങൾ എന്നോട് കുടിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു 100 എക്സ്ക്യൂസ് പറയും. അപ്പോൾ ഐ എം സെൽഫ് ഡെലൂഡഡ്. ഞാൻ ഈ ഒരു പേടി അല്ലെങ്കിൽ ഒരു കള്ളം അല്ലെങ്കിൽ ഒരു what do you call it, ഒരു ഡൗട്ട്, അത് ഞാനൊരു റിയാലിറ്റി ആയിട്ട് വിശ്വസിക്കാൻ തുടങ്ങും അതിനെപ്പറ്റി. ആൻഡ് ഐ ലിവ് ദാറ്റ് ഫിയർ. ആ പേടി ഞാൻ ജീവിക്കും. സി ആ നോർമൽ പീപ്പിൾ ദേ ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പം നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഇരുട്ടാണെങ്കിൽ ഇരുട്ടിൽ പേടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ തിങ്, ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡബിൾ തിങ്. ബിക്കോസ് ഇരുട്ടിൽ നമ്മളെ ജന്മനാൽ നമ്മൾ വെട്ടത്തിൽ നടക്കേണ്ടിയവരാണ്. അപ്പം ഈ ഇരുട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ലിമിറ്റഡ്. ആ ലിമിറ്റഡ് വിഷൻ വെച്ചിപ്പോൾ രാത്രി പോകാൻ നേരത്ത് ഇച്ചിരി ഒരു നിലാവുള്ള വെളിച്ചത്തിൽ നമ്മൾ നടന്നു പോകുന്നെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ മുന്നിൽ ഒരു കോയിൽ മാതിരി ഒരു സാധനം കിടപ്പുണ്ട്. അത് കാണുമ്പോൾ എൻ്റെ തല എന്തോ ആ ഡേഞ്ചർ, ഇറ്റ് ഈസ് പ്രൊജക്ടിങ് ഡേഞ്ചർ, സെയിങ് ദാറ്റ് അവിടോട്ട് നോക്ക്, അതൊരു പാമ്പായിരിക്കും. സോ ഇമ്മീഡിയറ്റ്ലി എൻ്റെ തല ഹാസ് ഗോൺ ഓൺ ടു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ സ്നേക്ക്, അതൊരു പാമ്പാന്നുള്ള ഒരു വിചാരം എൻ്റെ മനസ്സിൽ പോയി. എന്നിട്ട് അത് ഞാൻ ജീവിക്കാൻ തുടങ്ങി. സോ ആ പാമ്പിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളതാണ് അടുത്തത് എൻ്റെ ചിന്ത പോകുന്നത്. അത് പാമ്പാണോ അല്ലയോ എന്ന് ഞാൻ നോക്കണമെന്നുള്ള ആ ഒരു വിചാരം പോകുന്നില്ല. സോ കുറേ നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ, എനിക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ അവിടെ ക്രോസ് ചെയ്തിട്ട് പോകണം. അപ്പം ഭാഗ്യത്തിന് വേറെ ഒരാൾ പുറകിൽ നിന്ന് വരുമ്പം എന്ത് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പം പറഞ്ഞാൽ അവിടെ പാമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പാമ്പല്ല ബാ. അപ്പം മറ്റുള്ള ഒരു വ്യക്തിയുടെ ധൈര്യം. സോ ഐ ഗെറ്റ് മൈ ബ്രവാഡോ ഓർ ഐ ഗെറ്റ് മൈ വാട്ട് യു കോൾ ബാക്കപ്പ് ഫ്രം അനദർ പേഴ്സൺ. അത് ആ ഒരു ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് നടന്നു പോകുമ്പോൾ അതൊരു കയറിൻ്റെ ഒരു കഷ്ണമാണ്. ആ കയറിൻ്റെ കഷ്ണം എൻ്റെ ചിന്ത അതിനെ ഒരു പാമ്പാക്കി മാറ്റി. സോ എൻ്റെ പേടി എന്ന് പറയുന്നത് ഇമാജിനറിയാണ്. ഫിയർ എന്ന് പറയുന്നത് ഈസ് എൻ എലൂഷൻ. അതൊരു എലൂഷൻ മാത്രമാണ്, അതൊരു ധാരണ മാത്രമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് റിയൽ, ഇറ്റ്സ് നോട്ട് എ ഫാക്ട്. പക്ഷെ എൻ്റെ തല അത് കൺകോക്ട് ചെയ്ത് അത് റിയൽ ആക്കും. ആ കയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ കയറിനെ കണ്ട്
സാധാരണപ്പെട്ടവർ അത് ഒരു കല്ലെടുത്ത് എറിയുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ ആൽക്കഹോളിക് എന്ന് പറയുന്നത് അവിടെ നിന്ന് പാരലൈസ് നിൽക്കും. പക്ഷെ അവൻ 2 എണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ധൈര്യം ആ വ്യക്തി, വേറെ ഒരു വ്യക്തി വന്ന് കൂടെ നമുക്ക് നോക്കാമെന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ധൈര്യം എനിക്ക് കിട്ടും. അപ്പൊ എന്നിൽ നോർമൽ മനുഷ്യർക്കുള്ള ധൈര്യം എനിക്കില്ല. അത് ഞാൻ ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എൻ്റെ ബോഡിലി, നമ്മുടെ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ പറയുന്ന ബോഡിലി ആൻഡ് മെന്റലി ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ. ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും മറ്റുള്ളവരിൽ വ്യത്യസ്തമാണ്. ഞാൻ മറ്റ് നോർമലായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ല ഞാൻ. സോ വാട്ട് ഡു ഐ ഡു? ആൻഡ് അത് പറയുന്നുണ്ട് ദ സിക്നസ് സെന്റേഴ്സ് ഇൻ മൈ ഹെഡ്. അപ്പം എൻ്റെ സിക്നസ്, ഈ ദീനം എൻ്റെ തലയിൽ, എൻ്റെ ചിന്തയിലാണെങ്കിൽ ഈ മാതിരിയുള്ള പേടികൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോർമൽ. അപ്പം ബിക്കോസ് ഐ എം നോട്ട് ഞാൻ നോർമലായിട്ടല്ല തിങ്ക് ചെയ്യുന്നത്. So I am driven by 100 forms of fear and self-delusion. ഇപ്പം ഓഫീസിൽ ഞാൻ പോകുന്നത് എന്നും രാവിലെ എണ്ണിച്ച് വന്ന് ഞാൻ ആദ്യമൊക്കെ ആ ജോലി കിട്ടുമ്പം എൻ്റെ ചിന്ത എന്താ, ഇന്ന് അവർക്ക് മനസ്സിലാകും ഞാൻ ഒരു ഫ്രോഡാണ്, ഐ ആം എൻ ഇൻകേപ്പബിൾ ഗായ്. സോ എന്നെ പറ്റി തന്നെയുള്ള ഒരു ഒപ്പീനിയൻ ഇസ് നോട്ട് റൈറ്റ്. ആൻഡ് ഐ ഫിയർ മറ്റുള്ളവർ എൻ്റെ ഈ ചിന്ത, എൻ്റെ മനസ്സ് റീഡ് ചെയ്ത് അവർ മനസ്സിലാക്കുമെന്ന്. നോർമലാണോ അത്? ഇന്ന് ഞാനൊരു ഫ്രോഡാ? നോർമലായിട്ടുള്ള മനുഷ്യർ അങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ എൻ്റെ ചിന്ത ആ വഴിയിലാണ് പോകുന്നത്. ഈ ചിന്ത വല്ലവരോടും എനിക്ക് സംസാരിക്കാൻ നോക്കുമോ? ഒക്കത്തില്ല. സോ ഈ പേടികൾ ഇങ്ങനെ എക്യുപ്മെന്റ്, ഇപ്പൊ എനിക്കൊരു ദീനം വന്നു, ആദ്യം സാധാരണപ്പെട്ടവര് അത് ട്രീറ്റ് ചെയ്ത് നോക്കും. വീട്ടിൽ 2 ദിവസം ഇല്ല, ഞാനാണെങ്കിൽ ഓടിപ്പോയി 2 പെഗ് അടിക്കും. പെഗ് അടിച്ചത് ദീനം മാറുമോ? ഇല്ല. അത് ഇട്ടോണ്ട് ഇങ്ങനെ നരകി കൊണ്ടുപോയി അവസാനം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പേടി എന്താ? കാരണം എന്താ? ബിക്കോസ് ഡോക്ടർ എന്നോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. ഡോക്ടർ എന്നോട് ചോദിക്കും, നിങ്ങൾ കുടിക്കുവോ? നിങ്ങളുടെ നോർമൽ പ്രൊഫൈൽ എന്തോ ഒരു ദിവസത്തെ എങ്ങനെയാണെന്നുള്ളത്. ഇതൊന്നും പറയാൻ എനിക്ക് നാണക്കേടാ, എനിക്ക് പേടിയാ. ഡോക്ടർ എന്നെ പറ്റി എന്ത് വിചാരിക്കുക? എൻ്റെ ദീനം എനിക്ക് മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു ചിന്ത പോകുന്നില്ല. എൻ്റെ രീതികൾ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതികളാണ് എല്ലാം. സോ എൻ്റെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഒരു നേരായിട്ടുള്ള ഒരു ജീവിതത്തിൽ വരണമെന്ന് പറയുവാണെങ്കിൽ ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന എന്തോ, ഐ ഹാവ് ടു ഫൈൻഡ് ലാക്ക് ഓഫ് പവർ വാസ് മൈ ഡിലൈൻ. എനിക്ക് ആ പവർ ഇല്ലായിരുന്നു. എൻ്റെ പവർ ആൽക്കഹോളിൽ നിന്നാണ് വന്നത്. ആ പവർ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ആൽക്കഹോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ രാവിലെ എണ്ണിക്കുന്ന പേടിച്ചു, ഇന്ന് ആരാ എന്നെ കാശ് ചോദിച്ചു വരുന്നത്, ഇന്ന് ഏത് കമ്പനിയിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ടെർമിനേഷൻ ലെറ്റർ എഴുതി വെച്ചേക്കുവോ, എൻ്റെ കളീഗ്സ് എന്നെ പറ്റി എന്തായിരിക്കും വിചാരിക്കുന്നത്, ഇന്ന് വൈകിട്ടത്തേക്ക് ഞാൻ വീട്ടിൽ ആഹാരം കൊണ്ടുവരുന്നത് എങ്ങനെ, എൻ്റെ ഭാര്യ എന്നെ അപ്രീഷിയേറ്റീവോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കുമോ. സോ ഇതെല്ലാം പേടികളാണ്. ഈ പേടികൾ ഇതിങ്ങനെ എന്തുകൊണ്ടുള്ളത്? ഞാൻ അതിനെ എൻകൗണ്ടർ ചെയ്യുന്നില്ല. ഞാൻ ആ പേടികളെ നേരിടുന്നില്ല. ആ പേടികൾ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. കോംപ്ലക്സ് ആണ്. ദ സം ഓഫ് മൈ ഡ്രിങ്കിങ് വാസ് ഈക്വൽ ടു ദ സം ഓഫ് മൈ ഫിയേഴ്സ്. അപ്പൊ എൻ്റെ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്, എൻ്റെ കുടി എന്ന് പറയുന്നത് എൻ്റെ പേടികളുടെ പുറത്തായിരുന്നു. എൻ്റെ പേടികൾ എത്ര ഉണ്ടായിരുന്നു അത്രയും കൂടുതൽ ഞാൻ കുടിക്കുമായിരുന്നു. പക്ഷെ ദീസ് അൺറിസോൾവ് ഫിയേഴ്സ്, അത് ഞാൻ എന്ത് ചെയ്യും? സോ ഈ പേടികൾ മാറ്റാനായിട്ട് സാധാരണപ്പെട്ട എനിക്ക് എൻ്റെ കാര്യം പറയുന്നത് തന്നെ, ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഐ വാസ് ഗോയിങ് ത്രൂ എ ബാഡ് മെഡിക്കൽ തിങ്. അത് ഞാൻ ഒരുപാട് സ്വയം ഹാൻഡിൽ ചെയ്യാൻ നോക്കി. ഞാൻ പോകുന്നിടത്ത് ഞാൻ ബ്ലാക്ക് ഔട്ട് ആവുമായിരുന്നു. ഞാൻ സഡൻലി എൻ്റെ ബോധം പോയിട്ട് ഞാൻ താഴെ പോകുമായിരുന്നു. അതപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രെയിനിലോട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസിന് എന്തോ എവിടെയോ തടസ്സമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം കുറെ നാളൊക്കെ നോക്കി നിന്നു. പിന്നെ ഈ ഫെബ്രുവരിയിൽ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ വെച്ച് ഈ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഞാൻ വീണു. അത് പേടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ട്രെയിനിൽ നിന്ന് ഞാൻ ഇറങ്ങി പ്ലാറ്റ്ഫോമില്ല. അപ്പോഴത്തേക്ക് കുറെ
വാട്ട് യു കോൾ അറ്റൻഡൻസും ഒരു മെയിൽ നഴ്സും ഒക്കെ ഓടി വന്ന് എനിക്ക് വെള്ളം തന്ന് എനിക്ക് അന്നേരം വേണ്ടി റിലീഫ് തന്നിട്ട് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. പക്ഷെ ഈ ടെസ്റ്റ് എല്ലാം ഞാൻ നേരത്തെ തന്നെ ചെയ്യേണ്ടതിന്റെ കാരണം, ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാരണം എന്തോ, എനിക്ക് തന്നെ സുബോധമില്ലായിരുന്നോ എടാ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ അപകടത്തിൽ വരുമെന്ന്. സോ ഈ ആ പേടി, എനിക്ക് ഈ ഡോക്ടറിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള പേടി. കാരണം ഡോക്ടറിന്റെ അടുക്കൽ പോയി ഞാൻ ചോദിച്ചാൽ ഞാൻ അതിന്റെ ട്രൂത്ത്, അതിന്റെ സത്യം എനിക്ക് ബോധ്യമാകും. ആ സത്യത്തെ നേരിടാനുള്ള കഴിവ് എനിക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സോ യു സീ ഹൗ കോംപ്ലെക്സ് ഒരു ആൽക്കഹോളിക്കിന്റെ ജീവിതം, ചിന്ത എന്ന് പറയുന്നത് എന്ത് കോംപ്ലെക്സ് ആണെന്നുള്ളത്. ആ കോംപ്ലക്സിറ്റി മാറ്റണമെങ്കിൽ ഐ നീഡ് പവർ. And that power, lack of power is my dilemma. ആ ബുക്കിനകത്ത് വി അഗ്നോസ്റ്റിക്കിനകത്ത് തുടക്കത്തിൽ പറയുന്ന ലാക്ക് ഓഫ് പവർ വാസ് മൈ dilemma. ആ പവറിന് വേണ്ടിയാണ് ഞാൻ കുടിച്ചോണ്ടിരുന്നത്. ഞാൻ കുടിച്ചു കഴിയുമ്പോൾ ആ ധൈര്യം എനിക്ക് വരും. അത് വഴിയിൽ പാമ്പാന്നോ വഴി പട്ടിയാന്നോ പൂച്ചയാന്നോ അതൊന്നും എനിക്ക് ഒരു കാര്യമല്ല. അതിനെ എല്ലാം നേരിടാനുള്ള ശക്തിയുണ്ട്. ഞാൻ കുടിച്ചതിന്റെ കാരണം ഈ പേടികൾ എനിക്ക് നേരിടാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ആ ഒരു മദ്യമില്ലാതെ ഒരു ജീവിതം വേണമെങ്കിൽ ഞാൻ ഈ പേടികളെ നേരിടാനായിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. ആ വഴി കണ്ടുപിടിക്കാൻ ഒരു ദൈവസഹായം അല്ലെങ്കിൽ എന്നിൽ കവിഞ്ഞ ഒരു ശക്തിയുടെ ഒരു ബലം, ഒരു ഉണർവില്ലെങ്കിൽ എനിക്ക് എന്നോട് പറ്റത്തില്ല. അത് നമ്മുടെ ഇതിനകത്ത് തന്നെ ഡീപ്പ് വിത്തിൻ എവറി മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് ഗോഡ്. അപ്പൊ എന്നിൽ നിന്ന് ഒരു ദൈവശക്തി, ഒരു ദിവ്യശക്തി എന്നിലുണ്ട്. ഒന്നാം പടി നമ്മൾ വരുമ്പോൾ പറയുന്നത് എന്തുവാ? ഐ എം പവർലെസ് ഓവർ ആൽക്കഹോൾ, മൈ ലൈഫ് ഇസ് അൺമാനേജബിൾ. പവർലെസ്, ഐ എം പവർലെസ്. എനിക്ക് ഒരു ശക്തിയില്ല, എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ആൽക്കഹോളിന് ചെയ്യുന്നില്ല. എൻ്റെ ജീവിതം അൺമാനേജബിൾ ആണ്. അപ്പൊ അതിൽ കാണുന്നത് എന്തുവാ? കുടി നിർത്തി കഴിയുമ്പോൾ പിന്നെയും കുടിക്കണമെന്ന് തോന്നുന്നതിന് കാരണം എന്നാ? ബിക്കോസ് മൈ ലൈഫ് ഇസ് അൺമാനേജ്. എൻ്റെ ജീവിതം അസ്തവസ്തമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. സോ എൻ്റെ പ്രോബ്ലം വാസ് അൺമാനേജബിലിറ്റി ഓഫ് ലൈഫ്, നോട്ട് ആൽക്കഹോൾ. ആൽക്കഹോൾ ഒരു ധൈര്യം തരുന്ന ഒരു കെമിക്കൽ ആണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മൂഡ് ഓൾട്ടറിങ്. പക്ഷെ എൻ്റെ റിയൽ പ്രോബ്ലം വാസ് അൺമാനേജബിലിറ്റി. ആ അൺമാനേജബിലിറ്റിയെ നേരിടാനാണ് ഞാൻ ഈ കള്ളു കുടിച്ചത് മുഴുവൻ. കള്ളോ ഡ്രഗോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ഇതെല്ലാം ഈ തലയിൽ കടന്നുകൊണ്ട് എന്നെ തിന്നുമ്പോൾ ഞാൻ നേരായിട്ടുള്ളൊരു വഴി എങ്ങനെ കാണും? ആ ഒരു കാഴ്ച കാണാൻ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത്. ഇപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ came to believe that a power greater than myself could restore me to sanity. ഇപ്പം എന്നിൽ കവിഞ്ഞ ഒരു ശക്തിക്ക് മാത്രമേ ഉള്ളൂ എന്നെ സുബോധത്തിലേക്ക് തിരിച്ചു നയിക്കാൻ ഒക്കുന്നത്. ആ ശക്തിയെ കണ്ടെത്തുന്നതാണ് ഈ ബുക്കിന്റെ പ്രൈമറി പർപ്പസ്. ആ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയുടെ ഉണർവും ആ ശക്തിയുടെ വികാരങ്ങളും ആ ശക്തി തരുന്ന ശക്തിയും കൊണ്ട് എനിക്ക് മുന്നോട്ട് നീങ്ങി പോകാൻ ഒക്കും. ആ ധൈര്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റും, ആ ഉണർവ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇറ്റ് വാസ് എ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിൽ ഉണ്ടായി. കുടിച്ച് മരിക്കണമെന്ന് വിചാരിച്ച ഒരു മനുഷ്യന് ഈ കുടിച്ച് മരിക്കുന്നതെന്ന് പറഞ്ഞ പേടി, കുടിക്കുന്ന എന്തിനാ മരിക്കാൻ? ബിക്കോസ് എനിക്ക് വേറെ ഒരു മാർഗം അറിയത്തില്ല, എനിക്ക് ഈ വേദനകൾ സഹിക്കാൻ വയ്യായിരുന്നു, ഈ പേടികളെ നേരിടാനുള്ള കഴിവില്ലായിരുന്നു. അത് കാരണം ഞാൻ എന്നാൽ മരണം എളുപ്പം വരുത്തുമില്ല ഒരു ആൽക്കഹോളിക്കിന്. സോ ഇറ്റ് ഈസ് എ catch-22 സിറ്റുവേഷൻ. ഞാൻ എവിടെ പോയി, എങ്ങനെ പോയി, ഇതൊന്നും നോട്ടമില്ല. എനിക്ക് എങ്ങനെയും കുടിക്കണം, ഈ പേടിയെ മാറ്റിയിട്ട് എനിക്കൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. എല്ലാ ആൽക്കഹോളിക്കിന്റെയും ചിന്ത ഐ ജസ്റ്റ് വാണ്ട് ടു സ്ലീപ് പീസ്ഫുള്ളി. വൺ മോർ ഡ്രിങ്ക് ആൻഡ് ഐ വിൽ സ്ലീപ് പീസ്ഫുള്ളി. സോ the bravado അല്ലെങ്കിൽ ആ encouragement came from having alcohol. But now when alcohol stops working, what happens? ഇപ്പം ആൽക്കഹോൾ ഇല്ല, ബാക്കി എന്തോ പേടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പേടികളെ നേരിടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? സോ ഇതിനകത്ത് പറയുന്നത് so we think our troubles are of our own making. They arise from ourselves, and an alcoholic is an extreme example of self-will run riot.
ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഡയറക്ഷനും ഇല്ലാതെ ഞാൻ കള്ളുകൂടി ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം ഒന്ന് സപ്രസ് ചെയ്ത് ഒരു നിയന്ത്രണം, എന്നിട്ട് ഒറ്റപ്പെടാതിരിക്കാനും പേടിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കാതിരിക്കാനും ആൽക്കഹോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൽക്കഹോൾ നിന്നു, പേടികൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. എനിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ചിന്തകളും എൻ്റെ ഡിസിഷൻസും എല്ലാം തെറ്റ് ഡിസിഷനാണ്, എല്ലാം ഇമ്പൾസ് വേണ്ടി ചെയ്തത്. അന്നേരത്തെ ഒരു കാര്യസാധ്യതത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. അതിൻ്റെ ഭവിഷ്യം എന്തുവാന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ അതെല്ലാം ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനൊരു വേറെ ഒരു എൻറ്റിറ്റി ആയിരുന്നു. പക്ഷെ ആ ഒരു ജീവിതവും ആ ഒരു ചിന്താഗതിയുമാണ് എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൊണ്ടുവന്നത്. ടോട്ടൽ നിസ്സഹായത, total unmanageability of life. And that is what brought me into Alcoholics Anonymous. So, ഈ രണ്ടാം പടി ചെയ്ത് കഴിയുമ്പോൾ കുറെ പേടികൾ മാറും. ദൈവശക്തിയാണ് എന്നെ ഈ പേടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. എന്നിൽ ഒരു പരിവർത്തനം ഉണ്ടായാൽ, ഒരു അത്ഭുതം എന്നിൽ ഉണ്ടായത് ഞാൻ കുടി നിർത്തുന്നതെന്ന് പറയുന്നത് അതൊരു വലിയൊരു അത്ഭുതമാണ്. കുറെ കഴിയുമ്പം ആ അത്ഭുതം നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കാണും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേടികൾ എന്തുവായിരുന്നു? എനിക്ക് വീടില്ല, കൂടില്ല, ഭാര്യയില്ല, മക്കളില്ല, കയ്യിലുള്ള കാശെല്ലാം പോയി ഒന്നുമില്ലാത്ത ഒരു ഫക്കീറിന്റെ കൂട്ടാണ് ഞാൻ വരുന്നത്. അതിലൊരു മാസം കഴിഞ്ഞ് ഞാൻ കുടിക്കാതിരിക്കുന്നു, റെഗുലറായിട്ട് മീറ്റിംഗ്സിനോ പോകുന്ന കഴിയുമ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി തന്നെ മാറുകയാണ്. കാരണം എൻ്റെ പല സംശയങ്ങളും എൻ്റെ പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടി. എനിക്ക് ആ ഉത്തരം കിട്ടുമ്പോൾ എൻ്റെ പേടികൾ ഓരോന്ന്, എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഓരോന്നോരോന്ന് എന്നിൽ നിന്ന് മാറുകയാണ്. അപ്പൊ ആ ഒരു ശക്തി വന്നത് എനിക്ക് ഈ ഒരു കൂട്ടായ്മയിൽ കൂടാണ്. നിങ്ങൾ ഓരോരുത്തരും ഫേസ് ചെയ്തിട്ടുള്ള ഓരോ ഭയങ്ങളും ഓരോ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്ന് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് എനിക്കൊരു ഉറപ്പായിട്ടാണ്, എനിക്കൊരു ഉണർവായിട്ടാണ്, എനിക്കൊരു വാട്ട് യു കോൾ പ്രോബ്ലം സോൾവർ ആയിട്ടാണ് അത് വരുന്നത്. അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാൻ ഒക്കുമല്ലോ. സോ പതുക്കെ I am reinstated back into a new way of life and a new way of thinking. ഒരു പുതിയ ജന്മമാണ് പറയുന്നത്. I was born again into a new way of living and thinking. ഒരു പുതിയ ജന്മി, ഒരു പുതിയ ജീവിയായിട്ടാണ് ഞാൻ മാറുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പേടിയെ നേരിടാൻ ധൈര്യം നമുക്ക് വേണം. പക്ഷെ ഈ പേടി നേരിട്ട് കഴിഞ്ഞുകൊണ്ട് ആ പേടി പോയോ? ഇല്ല. ആ പേടി എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പേടി നമ്മളെ വിട്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, ഫിയർ അതൊരു എലൂഷൻ മാത്രമാണ്. എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയുണ്ട്, മരണത്തോട് എനിക്ക് പേടിയുണ്ട്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും 10-72 വയസ്സായി, ഇനി എന്താണ്, എവിടാണ്, എപ്പോഴാണ്. ഇറ്റ്സ് ഓൺലി നോർമൽ, സ്വാഭാവികം. അതിനെ ഞാൻ ഇപ്പം വന്ന ഈ ഒരു സമയത്ത് ഞാൻ അതിനെ വെറുതെ തള്ളിക്കളയുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അത് നേരിടാനുള്ള ധൈര്യം നമുക്ക് ഈ പ്രോഗ്രാം തരും. എനിക്ക് ആൽക്കഹോളിന്റെ ആവശ്യം വരുന്നില്ല. സോ ആൽക്കഹോൾ എന്ന് പറയുന്ന ഇറ്റ്സ് എ മൂഡ് ഓൾട്ടറിങ് കെമിക്കൽ. നമ്മുടെ മൂഡിനെ ഓൾട്ടർ, നമ്മുടെ ചിന്ത നമുക്ക് ചിന്തിക്കേണ്ട മാതിരി, സൂട്ട് ചെയ്യുന്ന മാതിരി ചിന്തിക്കാൻ അത് ഇതാക്കും. സോ അത് നമ്മുടെ ഭയങ്ങളെ ഒന്നും മാറ്റുന്നില്ല. നമ്മുടെ ഭയമാണെങ്കിൽ അവിടെ തന്നെയുണ്ട്. എൻ്റെ ഫാദർ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഡു വാട്ട് യു ഫിയർ മോസ്റ്റ് ആൻഡ് ദ ഡെത്ത് ഓഫ് ഫിയർ ഇസ് സർട്ടൻ. ഞാൻ എന്തിനെ പേടിക്കുന്നോ അതിനെ ഞാൻ നേരിടുവാണെങ്കിൽ ആ പേടി മാറും എന്നുള്ളത്. സോ ഫിയർ എന്ന് പറയുന്നത് എനിക്ക് ജന്മനാലുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ പറയുന്നത് ഫിയർ ഓഫ് മെൻ, ഫിയർ ഓഫ് വുമൻ, ഫിയർ ഓഫ് ബീങ് അലോൺ, ഒറ്റപ്പെട്ടു പോകുന്നെന്നുള്ള പേടി എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണിത്. പക്ഷെ പലരും നമ്മുടെ ഫാമിലീസിനെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ആ ദ്രോഹം നമ്മൾ ചെയ്യുന്നത് മനഃപൂർവ്വം അല്ലെന്നുള്ളത് നമുക്ക് ആരും പറഞ്ഞു മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ആ ഫാമിലിയെയും കൂട്ടുകാരെയും നമ്മുടെ സമുദായത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ അത് നമ്മളെ കീഴ്പ്പെടുത്തി ഒരു വേണ്ടാത്ത ചിന്തയിലോട്ട് കൊണ്ടുപോകും.
ആ കുടിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ വാട്ട് യു കോൾ ഹാബിറ്റ്, എൻ്റെ വേ ഓഫ് വർക്കിംഗ് ഈസ് ഡിഫറെൻറ്റ്. എൻ്റെ ടോട്ടൽ പ്രൊഫൈൽ ചേഞ്ച് ആവും. കുടിച്ചു കഴിയുമ്പോൾ ഞാൻ ട്രാൻസ്ഫോം ഒരു ചെകുത്താനാകുകയാണ്. ആ ചെകുത്താൻ്റെ ആ വിഷയം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ഒരുപാട് ദ്രോണം നോർമൽ അല്ല അത്. പക്ഷെ എൻ്റെ കുടി ആൽക്കഹോൾ എന്നിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുമ്പോൾ ആ നാണവും ആ അഭിമാനവും എല്ലാം തിരിച്ചു വരും. എനിക്ക് അത് എന്നെ തന്നെ ഉൾക്കൊള്ളാൻ പെടുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകും അന്നേരം. പക്ഷെ ഈ ഒറ്റപ്പെട്ടു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. ഐ ഡോണ്ട് ഡിസേർവ് ടു ബി, ബട്ട് ഇറ്റ് ഈസ് എ സിക്നെസ് ഓഫ് ലോൺലിനെസ്. ഞാനും എൻ്റെ കുപ്പിയും ഒരു മൂലയ്ക്ക് കൂത്തിയിരുന്ന് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ ചെയ്യും. പക്ഷെ ആക്ച്വലി ഐ എം ക്രിയേറ്റിംഗ് എ ടേമോയിൽ എല്ലായിടത്തും. എന്നാ പറയുന്ന സൊസൈറ്റി ക്യാൻ ഡു വിത്ത് മീ വാട്ട് ഇറ്റ് പ്ലീസസ്, ഫോർ ഐ ഫോർഫിറ്റ് ദ റൈറ്റ്സ് ആസ് എ സിറ്റിസൺ. Sorry. Society can do with what it pleases with me, for I forfeit the rights as a citizen. Karanam, I become a menace to the people around me. So society, സമാധാനം എന്ത് വേണേലും എന്നോട് ചെയ്യാൻ നോക്കും. കാരണം ഞാൻ കുടിച്ചു കഴിയുമ്പം ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ഒരു what do you call it? You become a pest, you become a menace, you become a problem for other people. So സമുദായവും നമ്മളെ ഒറ്റപ്പെടുത്തും. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നത്. അപ്പൊ എൻ്റെ ബിഹേവിയർ നേരത്തെ പറഞ്ഞത് എൻ്റെ ബിഹേവിയർ സൈക്കോട്ടിക് ആയിട്ടുള്ള ബിഹേവിയറാണ്. അതിൻ്റെ ദുരന്തം, അതിൻ്റെ കാരണം എല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുമ്പോൾ ഇറ്റ്സ് സൈക്കോട്ടിക് ബിഹേവിയർ. എൻ്റെ നോട്ടത്തിൽ ദർ ആർ 2-3 വേ, 3 സ്റ്റെപ്പിലാണ് ഞാൻ വാട്ട് യു കോൾ എൻ്റെ ആൽക്കഹോളിസം ഞാൻ ടോളറേറ്റ് ചെയ്യുന്നത്. 1, തുടക്കത്തിൽ ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ആൽക്കഹോൾ. കൂടി നിർത്തണം. കൂടി നിർത്തിക്കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള കാരണം എന്തോ അതാണ് നെക്സ്റ്റ്. ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഫിയർ. പേടി കാരണമാണ് ഞാൻ കുടിച്ചത്. ലാസ്റ്റ് മൂന്നാമത്തേത് ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്. അപ്പം എന്നിൽ നിന്ന് സ്വാർത്ഥത, സെൽഫ് സെൻറ്റേർഡ്നെസ് ഇന്ന് ഞാൻ ഇറങ്ങണമെങ്കിൽ എൻ്റെ പേടികൾ ഒന്നൊന്നായിട്ട് ഞാൻ ഐ ഹാവ് ടു ഫേസ് ഇറ്റ്. ആ പേടികളെ ഞാൻ നേരിട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആൽക്കഹോൾ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ഞാൻ നോക്കുന്ന ആ സന്തോഷം എനിക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല. വ്യക്തിത്വം, ഓരോരുത്തരുടെ ഡിമാൻഡ്സ്, ഇതെല്ലാം ഞാൻ നോക്കി ജീവിക്കുവാണെങ്കിൽ എനിക്കൊരു ജീവിതമില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്കൊരു 12 സ്റ്റെപ്പിന്റെ ഒരു പ്രോഗ്രാം എനിക്ക് തന്നേക്കുന്നത്. ജീവിതം ജീവിക്കാനും നിയന്ത്രിക്കാനും പഠിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെത്. ഇപ്പൊ 3-ാം പടി ഞാൻ വരുന്നത് മേഡ് എ ഡിസിഷൻ ടു ടേൺ, ഒരു തീരുമാനം എടുക്കുവാണ്. ഐ മേക്ക് എ ഡിസിഷൻ ടു ടേൺ മൈ വിൽ ആൻഡ് മൈ ലൈഫ് ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഹിം. അപ്പൊ ഈ 62-63 എഴുതിയേക്കുന്നത് ഫസ്റ്റ് തിങ് ഇൻ റിക്കവറി ഈസ് ഐ ഹാഡ് ടു ക്വിറ്റ് പ്ലേയിങ് ഗോഡ്. ഞാൻ ദൈവമാണെന്നുള്ള ആ ഒരു ഭാവം, അല്ല ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, ഇത് അറിയാതെ ഞാൻ ഒരു കൺട്രോൾ ഫ്രീക്ക് ആകുകയാണ്. ഞാൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ എല്ലാം എൻ്റെ ചിന്ത പ്രകാരം അല്ലെങ്കിൽ എൻ്റെ രീതി പ്രകാരം കാണണമെന്നുള്ളൊരു ആഗ്രഹത്തോടാണ് ഇതെല്ലാം ചെയ്യുന്നത്. But indirectly I play God. When I play God, I have to quit playing God. So when I stop drinking and I address my issues and I pray, prayer ennulla oru vakyam, prayer is a supplication. So you're beseeching something beyond you. എന്നിൽ കവിഞ്ഞ എന്തോ ഒരു ശക്തി എന്നെ സോബറാക്കി ഇരിക്കുന്നുണ്ടോ? എൻ്റെ പല പേടികളും എന്നിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ? മനുഷ്യരെ നേരിടാനുള്ള ഒരു ധൈര്യം എനിക്ക് വന്നു. സമയത്തിനും കാലവും അനുസരിച്ച് പെരുമാറാൻ ഞാൻ പഠിച്ചു.
അതിൻ്റെ എല്ലാം കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഷെയറിങ് കേട്ടിട്ട് നിങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പൊ എനിക്ക് തന്നെ ഒരു ആവശ്യം വരുന്നില്ലേ? ഐ റെസ്പെക്ട് യു ആൻഡ് യുവർ സോബ്രൈറ്റി. ഓക്കെ, സോ യു ബിക്കം എ മെന്റർ. നിങ്ങൾ എനിക്ക് ഒരു മെന്റർ ആവുകയാണ്. ഇപ്പൊ ആ മെന്ററിനോട് ചോദിക്കുക, സാർ അല്ലെ ഫിലിപ്പ്, ഇതെങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യുന്നത്? അല്ലെ ഞാൻ ഈ പ്രോബ്ലം ഒരു ഡിവോഴ്സിൽ കൂടെ പോവുകയാണ്. ഡിവോഴ്സിൽ കൂടെ പോകുമ്പോൾ പലതരമായിട്ടുള്ള പേടി. അത് ഒറ്റപ്പെട്ടു പോകുന്നുള്ളതാണ് നമ്പർ 1 പേടി. രണ്ടാമത് കാശ്, മൂന്നാമത് സ്നേഹം. ഇതെല്ലാം നഷ്ടപ്പെടുവാണ് ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേ. സോ അതിനെ ഞാൻ എങ്ങനെ നേരിടുമെന്നുള്ളതാണ്. ഞാൻ എനിക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ ഒരു വിടുതൽ എന്ന് പറയുന്ന, ഒരു ഡ്രിങ്ക് എടുക്കുമ്പോൾ ഒരു വിടുതൽ കിട്ടും, അന്നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും, അന്നേരത്തേക്ക് ആ പേടിയിൽ നിന്നൊരു ഒരു വിചിത്രമായിട്ട് ഒരു ആശ്വാസം എനിക്ക് കിട്ടുവാണ്. അപ്പൊ അതിനെ ഡീൽ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഈ ദൈവസഹായവും അത് കഴിഞ്ഞിട്ട് ഈ 3-ാം പടിയിലോട്ട് കഴിഞ്ഞിട്ട് 4-ാം പടിയിലോട്ട് പോവുകയാണ്. ഈ 4-ാം പടി പോകുമ്പോഴാണ് നമ്മുടെ ഈ ഫിയർ കോംപ്ലിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നത്. അപ്പം ഈ 3-ാം പടി കഴിയുമ്പോൾ നമ്മൾ ഒരുമാതിരി ഐ എം ഓക്കെ, പേടിയില്ലാതെ റോഡിന്റെ മറ്റേ സൈഡിൽ കൂടെ നടന്നു പോകേണ്ട ആവശ്യമില്ല, ദൂരെ നിന്ന് എല്ലാവരും എന്നെ കാണുമോ ഇത് എന്നുള്ള പേടി, മറ്റുള്ളവർ വല്ലതും ചോദിക്കുവാണെങ്കിൽ ഉത്തരം കൊടുക്കാനുള്ള പേടി, ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കാനുള്ള പേടി, ഇതെല്ലാം പതുക്കെ പതുക്കെ മാറി വരും ആ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ. അപ്പം ഈ ഒരു ശക്തി കിട്ടിയത് എനിക്കിപ്പം ബിലീവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സംസ്ഥയിൽ കൂടെ നിങ്ങളാണ് എൻ്റെ ഹയർ പവർ. ലാക്ക് ഓഫ് പവർ എന്ന് ഞാൻ പറഞ്ഞത്, യു ഹാവ് ബിക്കം ദ ഹയർ പവർ. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഈ ലോകം എൻ്റെ ചുറ്റുമല്ല കറങ്ങുന്നത്, ഞാൻ വിചാരിക്കുന്നതല്ല ലോകം എന്നുള്ളത് മനസ്സിലാവുന്നു. എൻ്റെ പേടിയാണ് എന്നെ ആ സെൽഫ് സെൻറ്റേർഡ് ഫിയേഴ്സിൽ, ആ സെൽഫിഷായിട്ട് മാറ്റിവെക്കുന്നത്, തൻകാര്യക്കാരനായിട്ട് മാറ്റിവെക്കുന്നത്. എനിക്ക് വേറെ ഒരു രീതി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം ആ ഒരു വെളിവ് എനിക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടി. ഒരു 3-ാം പടിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ശക്തിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ കുറ്റങ്ങളും കുറവുകളും പേടികളും എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ കൊണ്ട് നടക്കുന്ന ഈ ഭാരം എനിക്ക് ഇറക്കി വെക്കാൻ ഒരു ചോയ്സ് തരുവാണ്. അതിന് ഉദാഹരണത്തിന് കൊച്ചു പിള്ളേർ ഈ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്കൂൾ ബാഗും കൊണ്ടുപോകും. ആ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് അവരെ കൈക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അവര് സ്കൂൾ കഴിഞ്ഞ് അവര് ക്ഷീണിച്ച് സ്കൂൾ വിടുമ്പം വരുമ്പോൾ അവർക്ക് ആ ബാഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബോധറേഷൻ, അവരുടെ പുറമേ എടുക്കുകയും അവർക്ക് കളിക്കാനൊക്കത്തില്ല. അപ്പം ദൂരെ നോക്കുമ്പോൾ അവരുടെ പിതാവിനെയോ അമ്മയോ കാണും. അത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. എന്നിട്ട് അവരുടെ ആ ബാഗ് കൊണ്ട് ആ അമ്മയുടെ കയ്യിലെങ്കിൽ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. അവരുടെ ആ ഭാരം കൊണ്ട് കൊടുക്കുവാണ്. അപ്പൊ അവന്റെ ഒരു സന്തോഷം, അവൻ ഓടിപ്പോയി അവരുടെ പിള്ളേരോട് കളിക്കാം. സോ ഈസ് റീഎനർജൈസ്ഡ് എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ഈ വന്നു കഴിഞ്ഞ് ഞാൻ എനർജൈസ്ഡ് ആകുകയാണ് ഈ ശക്തി. സോ ഐ ക്വിറ്റ് പ്ലേയിങ് ഗോഡ്. എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഹീസ് മൈ എംപ്ലോയർ, ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ എവറിത്തിങ്. ആ ഒരു ചിന്ത വരികയാണ്. ആ ചിന്ത വരുമ്പോൾ ഓരോന്നായിട്ടും നമുക്ക് മനസ്സിലാകേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം വരുന്ന അറിവെന്ന് വെച്ചാൽ ദൈവം എന്നുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിച്ചിരിക്കുന്നു. ഐ ആം പാർഡൻഡ്. ഇത് ഞാൻ വിശ്വസിക്കണം. ഐ ആം പാർഡൻഡ് ഫോർ മൈ സിൻസ് ആൻഡ് മൈ ഡെറിലക്ഷൻസ്. ആൻഡ് എനിക്കൊരു ഒരു 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 ചാൻസ് കൂടെ തരുവാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്തിട്ട് വേറെ ഒരു സൃഷ്ടിയായിട്ട് ജീവിക്കാൻ. സോ ഐ ആം ഫോർ ഗിവൻ. അപ്പൊ ഈ പ്രോഗ്രാമിനകത്ത് പറയുന്നത് നിനക്ക് സ്വയം നിന്നെ തന്നെ ക്ഷമിക്കാൻ ഒക്കുവാണെങ്കിൽ നിനക്ക് ബാക്കിയുള്ളവരെയും ക്ഷമിക്കാൻ ഒക്കും, ജീവിതത്തെ ക്ഷമിക്കാൻ ഒക്കും. സോ സെൽഫ് ഫോർഗിവ്നെസ്, സെൽഫ് ലവ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞിട്ടേ അത് പറ്റത്തുള്ളൂ. ആ നിയന്ത്രണം എവിടുന്ന് വന്നു, ഇന്നത്തെ എൻ്റെ ഈ ജീവിത രീതി എങ്ങനെ മാറി, എങ്ങനെ വേറെ ഒരു രീതിയിലോട്ട് വന്നു. ഒന്ന്, ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ കുടിച്ചു ചാകും. 2,
അല്ലെങ്കിൽ ഞാൻ പ്രാന്താശുപത്രിയിലായിരിക്കും 3, അല്ലെങ്കിൽ ഞാൻ കുടിച്ച് എവിടെയെങ്കിലും ഒരു ജീവനായിട്ട് ഒരു ലോസ്റ്റ് ആത്മാവായിട്ട് നടക്കും. ഇതിൻ്റെ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഈ 3-ാം പടി വരുമ്പോഴത്തേക്ക് ആ ഒരു ശക്തി എന്നിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പടരാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ മിറക്കിൾ ഓഫ് ദിസ് പ്രോഗ്രാം. ഇതിനകത്ത് പറയുന്ന റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നത്, ഐ ആം റെസ്പോൺസിബിൾ വെൻ എനിവൺ എനിവെയർ റീച്ചസ് ഔട്ട് ഫോർ ഹെൽപ്പ്. I want the hand of AA to be there, and for that I am responsible. ചുമതല, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങി ഞാൻ. എല്ലാത്തിൽ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരുന്നത്, പേടിച്ച് ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പം റൂട്ടഡ് ആയിട്ടോ കാല് താഴെ വെച്ച് ഒരു ദിവ്യ ശക്തിയെ ആസ്വദിച്ച് ജീവിക്കാൻ പറയുന്ന ഞാനൊരു ഡിഫറെന്റ് ഹ്യൂമൻ ബീങ്. ഐ ഡൈഡ് ടു മൈ പാസ്റ്റ്. എൻ്റെ പൂർവിക ജീവിതത്തിനോട് ഞാൻ മരിച്ചു. ഒരു പുതിയ ജീവിതം ഞാൻ കെട്ടിപ്പണിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ജീവിതം ഇസ് ഫുൾ ഓഫ് കറേജ്, ധൈര്യം, വിശ്വാസം. നമ്മൾ ഒരു മിനിറ്റ് നമ്മളെ തന്നെ നിങ്ങൾ ആ മീറ്റിംഗിൽ ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ വന്ന ദിവസവും നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയിലും നിങ്ങളൊന്ന് ചിന്തി നോക്ക്. എന്തും വേണ്ടി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അത് തന്നെ, ദാറ്റ് ഇസ് ആൻ എക്സാക്ട് എക്സാമ്പിൾ. സോ പേടി എന്ന് പറയുന്നത് ഇതിനെ നേരിടാൻ ഇറ്റ് ഈസ് ഓൺലി ദി എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് ഓഫ് ദി അതർ പീപ്പിൾ. ദെൻ അണ്ടർസ്റ്റാൻഡിങ് മൈ ഫിയേഴ്സ്, എൻ്റെ പേടികളെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സിനെ ഞാൻ ഈ പേടി കാരണമാണ് ഈ ക്യാരക്ടർ ഡിഫക്ട്സ് സർഫസ് ചെയ്യുന്നത്. എൻ്റെ പേടിയെ ഞാൻ നിയന്ത്രിക്കുവാണെങ്കിൽ ക്യാരക്ടർ ഡിഫക്ട്സ് അതിനകത്ത് വരാൻ കാരണമില്ല. എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവൽ, ഏതൊരു ഇൻസ്റ്റിങ്ക്റ്റും ഞാൻ ദുരുപയോഗപ്പെടുത്തുവാണെങ്കിൽ അതൊരു ക്യാരക്ടർ ഡിഫക്റ്റ് ആകും. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. നമുക്ക് വല്ലവരുടെ കാശ് കടം മേടിക്കുമ്പോൾ പേടിയാ തിരിച്ചു കൊടുക്കാൻ ഒക്കുവോ ഇല്ലയോ എന്നുള്ളത്. അതൊരു നോർമൽ നാച്ചുറൽ പേടിയാണ്. പക്ഷെ പണ്ട് മേടിച്ച് കുടിച്ചു കളഞ്ഞതിലും ഇന്ന് ഞാൻ അത് മേടിച്ചിട്ട് അതെങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു വിചാരം വരുന്നതും രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള കാര്യങ്ങളാണ്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ ചിന്ത, ബിക്കോസ് എനിക്ക് ഈ പ്രയാസത്തിലും ഈ പേടിയിലും ഈ മറ്റുള്ളവരുടെ പുച്ഛത്തിലും ജീവിക്കാനുള്ള ഒരു ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്. ദേവദാസ് ഗോഡ്സ് ചിൽഡ്രൻ, വി സ്റ്റാൻഡ് ഓൺ അവർ ഫീറ്റ്, വി ഡോണ്ട് ക്രോൾ ബിഫോർ എനിബഡി. ദൈവ പൈതൃകങ്ങളാണ് നമ്മൾ. ആസ് ഗോഡ്സ് ചിൽഡ്രൻ വി സ്റ്റാൻഡ് ഓൺ, നമ്മൾ നമ്മുടെ കാലിൽ തന്നെ നിൽക്കും. വി ഡോണ്ട്, ആരുടെയും മുന്നിൽ നമ്മൾ എഴയത്തില്ല. അത് നിങ്ങളുടെ ബുക്കിനകത്തുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കണം. അതൊരു പ്രോമിസാണ്. പക്ഷെ ആ പ്രോമിസ് നിവർത്തിക്കണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 4-ാം പടി 5-ാം പടി എന്നൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ ആ ഒരു ഏരിയയിലോട്ട് പോകാൻ എക്സ്പെർട്ട് വേറെ ഒരു രീതിയാണ്. പക്ഷേ മെയിൻ തിങ് ഇസ് മൈ ഫിയർ, സെൽഫ് സെൻറ്റർ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പേജ് 63 ഒരു പ്രാർത്ഥനയുണ്ട്. ഗോഡ്, ഐ ഓഫർ മൈ സെൽഫ് ടു thee to build with me and to do with me as thou will. Relieve me of the bondage of self. എന്നെ തൻകാര്യത്തിൽ നിന്ന് മാറ്റണമെന്ന്. ബോണ്ടേജ് ഓഫ് സെൽഫ്, ആൻഡ് മേ ഐ ബെറ്റർ ഡു ദാറ്റ്. എന്നിട്ട് നിന്റെ ഹിതം പ്രകാരം എൻ്റെ ജീവിതം നയിക്കാൻ, എൻ്റെ ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ്, ദാറ്റ് വിക്ടറി ഓവർ ദം മേ ബെയർ വിറ്റ്നസ് ടു ദോസ് I would help in thy power, thy love and thy way of life. May I do thy will always. Take away those difficulties. നമ്മൾ യാചിക്കുക ഒരു വ്യക്തി അവരുടെ പിതാവിനോടോ അവരുടെ എംപ്ലോയറിനോടോ നമ്മൾ ക്ഷമ ചോദിക്കുന്ന പോലെ, relieve me of the bondage of self that I may better do that will. So whenever I look at my fears, I should know that there is a power greater than myself who can resolve these fears. കൊച്ചു പിള്ളേരെ നമ്മൾ വീട്ടിൽ വിട്ടേച്ച് പോകുമ്പോൾ നമുക്ക് തന്നെ പേടിയില്ല. രാത്രിയായി, വിളക്കായി, പിള്ളേരെന്തോ ആയി, എന്തോ ആവും. ദാറ്റ്സ് എ നോർമൽ ഫിയർ. പിള്ളേരെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇട്ടോട്ട് പോകുന്നത് ഒരു നല്ലൊരു പ്രാക്ടീസ് അല്ല. ഇപ്പം തിരിച്ചു വരുന്നിടം വരെ ആ തലയിൽ ആ പേടിയുണ്ട്. ദാറ്റ് ഈസ് നോർമൽ, ദാറ്റ് ഈസ് എ ഹെൽത്തി ഫിയർ. അപ്പം ഈ വാട്ട് യു കോൾ ഇറ്റ് അൺഹെൽത്തി ഫിയർ
മാറി അത് ഹെൽത്തി ഫിയേഴ്സ് ആകുകയാണ് ഓരോരുത്തരും. വെള്ളത്തിൽ വീണാത്തെ എന്താ നീന്താൻ അറിയത്തില്ലെങ്കിൽ മുങ്ങി വെള്ളം കുടിക്കും, അതൊരു ഹെൽത്തി ഫിയറാണ്. കയ്യിലുള്ള കാശെല്ലാം ചെലവാക്കിയാൽ പട്ടിണി കിടക്കണം, അതൊരു ഹെൽത്തി ഫിയറാണ്. സോ ആ ഒരു ഫിയർ റിയലൈസ് ചെയ്യാതിരിക്കാൻ നമ്മളെ അതിനെപ്പറ്റി അറിവുണ്ടാകും. സോ ഞാൻ കാശ് കടം മേടിക്കുന്നത് ഐ ഷുഡ് ബി കെയർഫുൾ. എൻ്റെ പോക്കറ്റിനൊത്താന്നോ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിരാശനാകും. സോ ഒരു 4 പടി 5 പടി ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെ ജീവിക്കണം. സോ ഇന്നത്തെ സബ്ജക്ട് ഇസ് ഫിയർ, that evil corroding thread that runs through the fabric of my existence. That evil corroding thread that runs through the fabric of my existence. So fear ennu parayunna, it is there with everyone. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫിയർ ഓഫ് നോയ്സ് ആൻഡ് ഫിയർ ഓഫ് ഫോളിങ്, ഈ 2 ഫിയർ ആണ്. ബാക്കിയെല്ലാം അക്വയർഡ് ഫിയേഴ്സ് ആണ്. അത് നമ്മുടെ തലയിൽ വന്ന് റെന്റ് തരാതെ താമസിക്കുന്നുണ്ട്. മനുഷ്യരായിട്ട്, വ്യക്തികളായിട്ട്, സാഹചര്യങ്ങളായിട്ട്, ഇതെല്ലാം എൻ്റെ തലയിലുണ്ട്. ഇതിനെയെല്ലാം ഞാൻ എടുത്ത് മാറ്റി അതിനെ മനസ്സിലാക്കി, അത് ഞാൻ ഈ 4th സ്റ്റെപ്പ് ചെയ്യുമ്പം പേപ്പറിൽ എഴുതി എൻ്റെ സ്റ്റോക്ക് എടുത്ത് ഏതാ വേണ്ടിയത്, ഏതാ വേണ്ടാത്തത്, ഏതിനെ നേരിടണം, ഞാൻ എൻ്റെ മുന്നേ തന്നെ കാണും. അതിനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എക്സ്പെഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം തുറക്കും. മൈ ലൈഫ് ബിക്കംസ് എ ഹാപ്പി വൺ. ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് സെൽഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് വരും. എന്നിൽ നിന്നും ഞാൻ ഇറങ്ങി ബാക്കിയുള്ളവരുടെ ഞാൻ എൻ്റെ കൈ കൊടുക്കുക, പിന്നെ ബാക്കിയുള്ളവരെ സഹായിക്കുക, വീടിനെ ഞാൻ സൂക്ഷിച്ച് നോക്കുക, എൻ്റെ പിള്ളേരോട് എൻ്റെ കടപ്പാട് ഞാൻ ശരിക്കും ചെയ്യുക. സോ ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്. എൻ്റെ ആ തൻകാര്യ ബുദ്ധിയും ചിന്തയും വികാരങ്ങളും മാറും. ആ മാറ്റി എനിക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടും. ആ വിടുതലാണ് ഫ്രീഡം. ആദ്യം പറഞ്ഞ ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് ആൽക്കഹോൾ, കുഴി നിർത്തി. ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് ഫിയർ, രണ്ടാമത്തേത് ഫിയർ ആണ്. ആൻഡ് ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്. സോ യെസ്, വർക്കിംഗ് ഓൺ എ ഫിയർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനാണ്, എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ബട്ട് ഫിയർ എന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെപ്പറ്റി വിജ്ഞാനിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദീസ് ഫിയേഴ്സ് ക്യാൻ ബി റിസോൾവ്. നോർമലായിട്ടുള്ള ഫിയേഴ്സ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച്, ഞാൻ ആ കയറ് പാമ്പിൻ്റെയും കഥ പറഞ്ഞ് ആവശ്യമില്ലാതെ ചിന്തിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കല്ലോ. അതിന് നമുക്ക് എന്തെങ്കിലും ഫിയർ വരുവാണെങ്കിൽ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ആയിട്ടുണ്ടെങ്കിൽ ദർ ആർ പീപ്പിൾ യു ക്യാൻ ആസ്ക്. മനുഷ്യരുണ്ട്. എൻ്റെ ഒരുപാട് ഫിയേഴ്സ് അങ്ങനെയാണ് പോയത്. ഞാൻ എൻ്റെ ടെസ്റ്റിമണിയാണ് ഞാൻ ഈ പറയുന്നത്. സോ ഇഫ് യു വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് സംതിങ്, യു ഹാവ് ടു ലേൺ ടു ലിവ് ടു ബി എ പാർട്ട് ഓഫ് സംതിങ്. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിതം മാറ്റിയിട്ട് ഒരു സോഷ്യലായിട്ടുള്ള നമ്മുടെ ജീവിതം നമ്മൾ എടുക്കണം. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മൈ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സോഷ്യൽ സർക്കിളിൽ. ഇതിലെല്ലാം ഞാൻ ഐ ഹാവ് ടു കം ഔട്ട്. മിക്കുള്ളവർക്കുള്ള ഒരു ഫിയർ ഈ ഫോണിനെ പറ്റിയാണ്. അതിനൊരു ഒരു ഇച്ചിരി ട്രബിൾ എടുത്തിട്ട് ഒരു ദിവസം ഒരു 2-3 പേരെ വിളിക്കും. അത് ഈ കയ്പുള്ള മരുന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിൽ ആ പേടിയിൽ നിന്ന് വിടുതൽ കിട്ടും. ഇന്ന് എനിക്ക് രാവിലെ മെസ്സേജസ് വരുമ്പം ഒരാൾ ഇയാളോട് സംസാരിക്കും, അന്നേരം തന്നെ ഞാൻ പ്രസ് ചെയ്ത് ഐ കോൾ ദാറ്റ് പേഴ്സൺ. കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഫോൺ അടിക്കുമ്പോൾ ഞാൻ ചാടുമായിരുന്നു അവിടുന്ന്. എന്താ പേടി, ആരാ ഫോൺ വിളിക്കുന്നത്, ഇതാണ് ഇന്നൊരു എൻ്റെ നീസ്, ഷീസ് ഗോട്ട് ക്യാൻസർ ആൻഡ് ഷീസ് ഇൻ ടാറ്റയിലെ കീമോതെറപ്പിക്ക് പോകാൻ. അവൻ്റെ ഫാദർ, എൻ്റെ യങ്ങസ്റ്റ് ബ്രദർ, ഹീസ് സഡൻലി ഹാഡ് ഫ്ലൂയിഡ് അക്യൂമുലേഷൻ ഇൻ ഹിസ് ലങ്സ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇതും. അല്ലമ്മ, ഞാനിപ്പോ ഈ ഒരു മാസം കൂടെ ഒരു കളിച്ചങ്ങ് സെറ്റായി വരുന്നുള്ളൂ. അടുത്ത മാസം മുതൽ എനിക്ക് ഇത് പോകണം. സോറി മൈക്ക് ഓണാക്കുക, തുടർന്നോളൂ. മോഡറേറ്റർ, എനിവേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ബട്ട് പ്ലീസ്, ഈ സ്പീക്കേഴ്സ് വരുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്താൽ അവരുടെ ആ ഫ്ലോ ഓഫ് തോട്ട്സ് അങ്ങ് പോകും, പിന്നെ തരാനുള്ള മെസ്സേജ് ഇല്ലാതാകും. എനിവേ, നിങ്ങളെല്ലാം കേട്ടതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.